എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉപ്പൂറ്റി വേദനയെ കുറിച്ച് നോക്കാം. ഒട്ടുമിക്ക ജനങ്ങൾക്കും അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഉപ്പൂറ്റി വേദന, കാൽപാദത്തിന്റെ വേദന എന്ന് പറയുന്നത്. മിക്കവർക്കും രാത്രി ഉറങ്ങി രാവിലെ എണീക്കുന്ന സമയത്ത് കാല് നിലത്ത് വെക്കാൻ പറ്റാത്തൊരു വേദനയായിരിക്കും. മടമ്പ് കാല് മുഴുവൻ വേദനയായിരിക്കും. ചിലർക്ക് കാല് വെച്ച് നടക്കാൻ പറ്റില്ല. ചിലർക്ക് കാലിന്റെ മടമ്പ് ഭാഗത്ത് പുറകിലായിട്ടായിരിക്കും വേദന. ഇത് ഒരുപാട് നേരം നിൽക്കുന്ന ജോലിയോ അല്ലെ ഇരിക്കുന്ന ജോലി, ഒരുപാട് സമയം ഇരിക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്നവരിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണാൻ വേണ്ടി പറ്റും. അസഹനീയമായ വേദനയായിരിക്കും മിക്കവർക്കും. പിന്നെ ഉറക്കെല്ലാം എണീറ്റ് കുറച്ച് സമയം നടന്ന് പിന്നെ നോക്കുമ്പോൾ ആ വേദന പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അധിക പേരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പെയിനാണ് ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത്, ഹീൽ പെയിൻ. കാൽപാദത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ശരീരത്തിന്റെ മൊത്തം ഭാരം വരുന്നത് കാൽപാദത്തിലാണ്. കാൽപാദത്തിന് അടിയിലുള്ള ഭാഗമാണ് പ്ലാന്റസ് ഫേഷ്യ, രണ്ടാമത്തെ ഭാഗം അക്ലിയസ് ടെൻഡൻ, മൂന്നാമത്തത് ഹീൽ ബോൺ എന്നറിയപ്പെടുന്ന അൽക്കുനിയസ്. ഈ 3 ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന പരിക്കുകളായിരിക്കും കാൽവേദനയായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. പ്ലാന്റസ് ഫേഷ്യ നമ്മുടെ കാലിനടിയിലുള്ള നമ്മുടെ ശരീരത്തിന്റെ ഷോക്ക് അബ്സോർബർ ആയിട്ട് ഒരു കുഷൻ പോലെ പ്രവർത്തിക്കുന്ന 7 പ്ലേറ്റുകളാൽ നിർമ്മിച്ചിരിക്കുന്ന കട്ടിയുള്ള ചർമ്മമാണിത്. കാലിനടിയിൽ വരുന്ന പരിക്കുകളെ പ്രതിരോധിക്കുകയാണ് ഇത് ചെയ്യുന്നത്. സ്പൈനൽ കോഡിനെ പോലും സംരക്ഷിക്കുന്നു. കാലിന്റെ അടിഭാഗത്ത് വരുന്ന പ്രശ്നം ഇവിടെ നീരോ പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. അക്ലിയസ് ടെൻഡൻ കാലിന്റെ മസിലൂടെ ഇറങ്ങി നമ്മുടെ പുറകിലുള്ള ഹീൽ ബോണിലേക്ക് കണക്ട് ചെയ്ത് ചെയ്യുന്നതാണ് അക്ലിയസ് ടെൻഡൻ എന്ന് പറയുന്നത്. കാഫ് മസിൽ ടൈറ്റ് ആകുന്ന സമയത്ത് ഇതിനെ വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നു. സ്ട്രോങ് ഫൈബ്രസ് കോഡ് എന്നാണ് അക്ലിയസ് ടെൻഡൻ അറിയപ്പെടുന്നത്. ഹീൽ ബോണിന് വരുന്നതാണ് ഇവിടെയുള്ള ഗ്രോത്ത്, ഇൻഫ്ലമേഷൻ. അക്ലിയസ് ടെൻഡനീസ് എന്ന് പറയും. കാൽക്കുനിയസ് സ്പെർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിന്റെ അസ്ഥി കുറച്ച് പുറകിലോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥ, എല്ല് വളർച്ച എന്ന് പറയുന്നതാണ്. ഉപ്പൂറ്റി വേദനയുടെ സൊല്യൂഷനാണ് ശരിയായിട്ട് വിശ്രമിക്കുക എന്നുള്ളത്. രാത്രി നേരത്തെ കിടന്നുറങ്ങി രാവിലെ എണീക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുക. അതുപോലെ ഹാർഡായിട്ടുള്ള ചെരുപ്പ് ഉപയോഗിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി സോഫ്റ്റ് ചെരുപ്പുകൾ ഉപയോഗിക്കുക. കാൽപാദത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കണം എപ്പോഴും. ആംഗിൾ റൊട്ടേഷൻ അത് പഠിച്ച് സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പ്ലാന്റസ് ഫേഷ്യ രാത്രി ആകുമ്പോഴത്തേക്ക് ചുരുങ്ങി വെക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കാല് നിവർത്താൻ പറ്റാത്തത്ര, സഹിക്കാൻ പറ്റാത്ത വേദനയും ബുദ്ധിമുട്ടും വരുന്നത് ഇതുകൊണ്ടാണ്. അധികം ഹീലുള്ള ചെരുപ്പ് ഇടുന്നത്, അധികം ഫ്ലാറ്റായ ചെരുപ്പ് ഇടുന്നത് കഴിവതും ഒഴിവാക്കുക. ആർച്ച് പോലുള്ള ചെരുപ്പ്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ചെരുപ്പുകൾ ഉപയോഗിക്കുക. ഹോട്ട് ബാഗ്, കോൾഡ് ബാഗ് അങ്ങനെ തണുപ്പിക്കുന്നതും ഇതിനൊരു സൊല്യൂഷനാണ് വേദനയുള്ള സ്ഥലത്ത്. പിന്നെ നിങ്ങൾക്ക് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്ത് അവർ പറയുന്ന കാര്യം അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉപ്പൂറ്റി വേദന പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ചിലർക്ക് 3 ആഴ്ച കൊണ്ട് ശരിയാകും, ചിലർക്ക് 5 ആഴ്ചയോളം. അപ്പോൾ അത് വേദന മാറുന്നത് വരെ സ്ഥിരമായിട്ട് വന്നിട്ട് ചികിത്സ സ്വീകരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ, വിശന്ന് മാത്രം ആഹരിക്കുക, പച്ചവെള്ളം കുടിക്കാൻ ശ്രമിക്കുക, ദാഹിക്കുമ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, രാത്രി ഉറക്കം 9 മണിക്ക് കിടക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വിശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഇരുന്നിട്ടുള്ള ജോലിയാണെങ്കിൽ അതിനിടക്ക് കാലിനെ കൊണ്ട് നടക്കണം. നിന്നിട്ടുള്ള ജോലിയാണെങ്കിൽ ഇടയ്ക്ക് ഇരിക്കുമോ, അങ്ങനത്തെ വിശ്രമം ജോലി സംബന്ധമായിട്ട് നോക്കിയിട്ട് ചെയ്യുക, വ്യായാമം ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി മാറ്റം ഈ ശാരീരികമായിട്ടുള്ള പ്രയാസം മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ആങ്സൈറ്റി ഉപേക്ഷിക്കുക. നമ്മുടെ ഭയം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിലീസ് ചെയ്യുന്ന ഒത്തിരി ഹീലിംഗ് ടെക്നിക്ക് ഉണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തി നമ്മളൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട്, നമ്മൾ ഒരുപാട് മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദന മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഹീൽ പെയിന് മാറുന്നത്. ഈ കാലുവേദന ഇത് മാറാത്തൊരു അസുഖമല്ല. നിങ്ങൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളിലും ഒന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അതുപോലത്തെ ജോലി സ്ഥലത്തും നിങ്ങളുടെ ഭക്ഷണത്തിനും വിശ്രമത്തിനും ഉറക്കത്തിനും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.